ശശി തരൂർ അങ്ങോട്ടേക്ക് വരാം. ഈ ശശി തരൂരിന്റെ നിലപാട് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതൊന്നും അങ്ങനെയല്ല, ഈ വ്യാവസായിക സൗഹാർദ്ദമല്ല എന്നുള്ള തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് തിരുത്താൻ അത്രയൊക്കെ മാറ്റി പറയാനും തിരുത്താനും അദ്ദേഹം തയ്യാറായില്ലേ? ആ വലിയ മനസ്സിന് നമുക്ക് നന്ദി പറയണ്ടേ? അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം പറയുന്ന ഒരു ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അത്ര വലിയൊരു അബദ്ധമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പദപ്രയോഗം അദ്ദേഹം ഉപയോഗം നടത്തി എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അകത്ത്. അത് അദ്ദേഹം തന്നെ സംസാരിച്ച് തിരുത്തി. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയിലധികം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അദ്ദേഹത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. ഒരു കാര്യം കൊണ്ടേ, താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട പ്രതിയുടെ അച്ഛൻ TP വധക്കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട്. കുടുംബം ആരോപിക്കുന്നത് രാഷ്ട്രീയ ബന്ധമുണ്ട് ഇവർക്കെന്നൊക്കെയാണ്. ഉണ്ടാവാം. അദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാ പിന്നെ ആ സ്ഥാനത്തേക്ക് എത്തുന്നത്? ഇപ്പൊ സ്വാഭാവികമായും CPM സംബന്ധിച്ച് ഇതൊക്കെ ഒരു വിഷയമാണോ? ഈ ഒരു കൊലപാതകമൊക്കെ എത്ര പേരെ കൊന്നു, എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു, എത്ര ആളുകൾക്കെതിരെ അവർ ചങ്ങല വലിക്കുന്നു. അവർക്കെന്ത് ന്യായം, അവർക്കെന്ത് നിയമം, അവർക്കെന്ത് സൗഹൃദം? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു പാർട്ടിയല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ആശാ വർക്കേഴ്സ് ഈ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്ന ഒരു ആളുകളാണ് ഈ ആശാ വർക്കേഴ്സ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ സമരം പൊളിക്കാൻ ഇന്നലെ പോലീസുകാർ പന്തൽ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അവരോട് കാണിക്കുന്ന നിഷ്ഠൂരമായ മനസ്സിന്റെ ഉടമസ്ഥതയല്ല ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ അവർ മഴയത്താണ് ആ സ്ത്രീകൾ മുഴുവൻ കിടന്നത്, മഴയത്ത്. ഇന്ന് ഞാൻ രാവിലെ വിളിച്ച് എന്റെ പാർട്ടി പ്രവർത്തകരോട് പന്തലിടാൻ വേണ്ടി പറഞ്ഞു. പന്തലിട്ടിട്ടുണ്ട്. ആ പന്തൽ പൊളിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പോലീസ്. ഇന്ന് ഞാൻ DGPയെ വിളിച്ച് ഒരുപാട് ഞാൻ ചൂടായി സംസാരിച്ചു. പന്തലിടാൻ പാടില്ല എന്ന് പറയുന്ന അദ്ദേഹം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് CPMന്റെ പന്തലിടാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ ആശാ വർക്കേഴ്സിന്റെ പന്തലിടാൻ പറ്റാത്ത എന്ന് ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല എനിക്ക്. അതുകൊണ്ട് മനുഷ്യത്വരഹിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേർവഴിയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. ഒരു മര്യാദയുമില്ല, ഒരു അന്തസ്സുമില്ല, ഒരു സഹാനുഭൂതിയുമില്ല, ജനങ്ങളോടൊരു കൂർമില്ല. എന്താ അവര് ചെയ്ത്? 8 കൊല്ലം ഭരിച്ചു. എന്താ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് പിണറായി വിജയൻ? എന്ത് ചെയ്തു? കുറെ കോടാനുകോടി പൈസ ഉണ്ടാക്കി. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? പാർട്ടിക്ക് വേണ്ടിയല്ല, പിണറായി വിജയന് വേണ്ടി മാത്രമാണ്. പിണറായി വിജയൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്രമാത്രം മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ ഈ ലോകത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കോ? അതിൽ അദ്ദേഹം ഒന്നാമനാണ്. അതിനൊരു അവാർഡ് നമുക്ക് കൊടുക്കാം. ജനങ്ങൾക്കും അബദ്ധം പറ്റുമല്ലോ.